ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 272. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 6, അനുവാകം 12, സൂക്തം 124. ഇത് ജലത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ പ്രാധാന്യം. ജലം നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത് മഴയിൽ നിന്നാണ്, അന്തരീക്ഷത്തിൽ നിന്നാണ്. അന്തരീക്ഷത്തിൽ ജലം എത്തുന്നതിന് ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിച്ചു പോകുന്നു, അന്തരീക്ഷത്തിൽ നിന്ന് അത് പിന്നെ മഴയായിട്ട് പെയ്യുന്നു. അപ്പം ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായ ഒരു വസ്തു ജലം തന്നെയാണ്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാര് മറ്റുള്ള ഗ്രഹങ്ങളിലെല്ലാം ജീവജാലങ്ങളുണ്ടോ എന്ന് നോക്കുന്നതിന് അവർ ആദ്യം നോക്കുന്ന എന്താണ്? അവിടെ ജലത്തിൻ്റെ അംശമുണ്ടോ എന്നാണ്. അല്പമെങ്കിലും ജലമുണ്ടെങ്കിൽ അവിടെ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രലോകം കണക്കാക്കുക. അപ്പം നമ്മുടെ അടിസ്ഥാനപരമായ ഒരു വസ്തു ജലമാണ്. ആ ജലം ഒരു സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയായിട്ട് പെയ്യുക, പിന്നെ ബാഷ്പീകരിച്ച് പോവുക, ഇങ്ങനെ അതൊരു തുടർ പ്രക്രിയയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ജീവനാധാരമായിട്ട് നിൽക്കുന്നത്. ചെടികളെല്ലാം വളരണ്ടിക്കലും എല്ലാം ഈ മഴ തന്നെയാണ് പ്രധാനമായ ഒരു ഘടകം. ആ മഴ പെയ്യുന്ന ഒരു സിസ്റ്റം, മഴ പെയ്യുക, വെള്ളം ബാഷ്പീകരിച്ചു പോവുക. മഴ പെയ്യാതെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നു വെച്ചാൽ, ഭൂമിയിൽ ഇഷ്ടംമാതിരി വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ, അങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതെപ്പോഴും അഴുക്കുകളെല്ലാം കൂടിയിട്ട് എന്തായിപ്പോ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ. പക്ഷെ വെള്ളത്തെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറ്റുന്നത്? ബാഷ്പീകരിച്ചു പോകുന്നത്. അപ്പോൾ ഒരു ചളി വെള്ളം പോലും, നമ്മളിവിടെ കിടക്കുന്ന ചളി വെള്ളം, അഴുക്ക് വെള്ളം, മാലിന്യ ജലം പോലും എന്തായി പോകുന്നുണ്ട്? ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ അതിലുള്ള മാലിന്യങ്ങളെല്ലാം ഇവിടെ അവശേഷിച്ചിട്ട് വെള്ളം മാത്രമാണ് മുകളിലേക്ക് പോകുന്നത്. എന്നിട്ട് അതാണ് മഴയായി പെയ്യുന്നത്. ആ മഴയായി പെയ്യുന്ന വെള്ളം എന്നത് ഇവിടത്തെ അഴുക്ക് ജലങ്ങളും മലിനജലങ്ങളും എല്ലാം ബാഷ്പീകരിച്ച് അതിൽ നിന്നും ഉണ്ടായ ജലമാണ്, ജലകണങ്ങളാണ്. അപ്പോൾ അതൊരു വലിയ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മഴ ഇങ്ങനെ മഴയായിട്ട് പോവുകയോ ഒരു സർക്കിളായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക, വെള്ളം മുകളിലേക്ക് പോവുക, താഴെ ഈ മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഈ മാലിന്യങ്ങളെ കളഞ്ഞിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ശുദ്ധമാക്കിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ ദുഷിച്ച രക്തം ഒരു കുഴലിലോട്ട് പോയിട്ട് അതിനെ ശുദ്ധീകരിച്ചിട്ട് ശുദ്ധരക്തം മുകളിലോട്ടേക്ക് പിന്നെ പുറത്തേക്ക് വരും ഹൃദയത്തിൽ നിന്ന്. അതേപോലെ മഴയായി പോകുമ്പോൾ ശുദ്ധജലം വരികയാണ്. ഭൂമിയിൽ നിന്ന് മുകളിലോട്ടേക്ക് പോകുന്നത് അശുദ്ധ ജലത്തെ ശുദ്ധീകരിച്ച് അതിലെ വെള്ളമാണ് മുകളിലോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടി നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റായിട്ട് കളയുന്ന ജലങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടി ഈ മഴയായിട്ട് പെയ്യുന്ന സൈക്കിളിൽ വരുന്നുണ്ട്. സൂര്യരശ്മിയോട്ട് കൂടി ബാഷ്പീകരിച്ചു പോകുമ്പോൾ അത് ശുദ്ധീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ അഴുക്ക് ജലം, ഭൂമിയിലുള്ള അഴുക്ക് ജലത്തെ ശുദ്ധീകരിക്കുക എന്ന പ്രക്രിയ കൂടി അവിടെ നടക്കുകയാണ്. അതാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരം. ആ നിലയിൽ വേണം ഇതിനെ കാണുവാൻ. നമുക്കൊപ്പം ആ മന്ത്രത്തിലേക്ക് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6, അനുഭാഗം 12, സൂക്തം 124. ഋഷി അഥർവൻ. ദേവത അപ്പ്. ഛന്ദസ് തൃഷ്ടുപ്പ്. ദിവോ നുമാ ബൃഹദോ അന്തരീക്ഷാദപാം സ്തോകോ അഭ്യപപ്തത് രസേന സമിന്ദ്രിയേണ പയസാഹമഗ്നേ ഛന്ദോഭിർയജ്ഞഃ സുകൃതാം കൃതേന യദി വൃക്ഷാദഭ്യപപ്തത് ഫല തത് യദ്യാന്തരീക്ഷാത് സ
വായുരേവ എത്ര സ്പൃക്ഷത് തന്നോ യച്ച വാസസ ആപോ നുദന്തു നിർതി പരാജൈഃ അഭ്യഞ്ജനം സുരഭി സാ സമൃദ്ധിർഹിരണ്യം വർച്ചസ്തതു പൂത്രിമമേവ സർവാ പവിത്ര വിദതാധ്യസ്മത് തന്മ താരി നിർദിർമോ അരാതിഹി. ഭാവാർത്ഥം: അന്തരീക്ഷത്തിൽ നിന്നും എൻ്റെ ശരീരത്തിൽ പതിച്ച ജലത്തിൽ അഗ്നി എന്നെ മരണമില്ലാത്തവനാക്കുന്നു. ഗായത്രി മന്ത്ര അനുഷ്ഠാനത്തിൽ ഞാൻ പുണ്യഫലത്തിന് യോഗ്യനാകും. വൃക്ഷാഗ്രത്തിൽ നിന്നും എന്നിലേക്ക് പതിക്കുന്ന വർഷകണം വൃക്ഷഫലത്തിന് തുല്യമാണ്. അത് ആകാശത്തു നിന്നും പതിച്ചാൽ വായുവിൻ്റെ ഫലം നൽകും. ഈ ജലം ശരീരത്തിൽ പതിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ഇവിടെ അന്തരീക്ഷത്തിൽ നിന്നും എൻ്റെ ശരീരത്തിൽ പതിച്ച ജലം, അപ്പം അന്തരീക്ഷത്തിൽ നിന്ന് മഴയായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ മഴയായി പെയ്യുന്ന ജലത്താൽ അഗ്നി എന്നെ മരണമില്ലാത്തവരാക്കുന്നു. അഗ്നിയാണ് എന്നെ മരണമില്ലാതാക്കുന്നത്. അഗ്നി എന്ത് ചെയ്യുന്നു? സൂര്യനിൽ നിന്നുള്ള അഗ്നി ഈ നമ്മുടെ ശരീരത്തിലെല്ലാം വീണതിന് ശേഷം ഒഴുകിപ്പോകുന്ന, അതായത് കുളിച്ച ജലം എന്ന് വേണമെങ്കിൽ, നമ്മൾ മഴയത്ത് കുളിക്കുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം എന്താവും, നമ്മളെ ആ ശരീരത്തിൽ നിന്ന് മഴയത്ത് കുളിച്ചു കഴിഞ്ഞാൽ ഒഴുകിപ്പോകുന്ന വെള്ളം മുഴുവൻ എന്തായിരിക്കും? അഴുക്ക് വെള്ളമായിരിക്കും. ആ അഴുക്ക് വെള്ളത്തെ അഗ്നിയാണ് എന്ത് ചെയ്യുന്നത്? ശുദ്ധീകരിക്കുന്നത്. എന്ത് ചെയ്യുന്നു? ബാഷ്പീകരിച്ച് മുകളിലോട്ടേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അഗ്നി ശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ മരണമില്ലാത്തവനായി മാറുന്നത്. എല്ലാം മഴയായിട്ടൊന്നും പെയ്യാതെ കെട്ടിക്കിടക്കുന്ന ജലം തന്നെയായിരുന്നുവെങ്കിൽ നമ്മൾ അതങ്ങ് ഒഴിച്ചിട്ട് അവസാന രോഗങ്ങളെല്ലാം മൊത്തം ഇവിടെ നശിച്ചു വീടുകയായിരുന്നു, നശിച്ചു പോവുകയായിരുന്നു. നമ്മളെ മരണമില്ലാതാക്കുന്നത് അഗ്നിയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള ചൂടാണ് ബാഷ്പീകരിച്ചിട്ട് ശുദ്ധീകരിക്കുന്നത്. ഗായത്രി മന്ത്രാനുഷ്ഠാനത്താൽ ഞാൻ പുണ്യഫലത്തിന് യോഗ്യനാണ്. ഇതെല്ലാം ഗായത്രി മന്ത്രത്തിലാണ്. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളെയും പറ്റി വിവരിക്കുന്നത് ഗായത്രി മന്ത്രത്തിലാണ്. ഭൂമിയായിട്ട് നമ്മുടെ സൗരയൂഥ സിസ്റ്റവും ഇവിടെയുള്ള മഴ, ഇവിടെ ഭൂമി, ഇവിടുത്തെ പ്രകൃതി, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും, വേദങ്ങളിലെ ശാസ്ത്രതത്വങ്ങളെല്ലാം ഗായത്രി മന്ത്രത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിലെന്ത് വിവരിച്ചിട്ടുണ്ട്? ഈ മഴ പെയ്യുന്ന ക്രമങ്ങളെപ്പറ്റി എല്ലാം ഗായത്രി മന്ത്രത്തിലൂടെ വിവരിച്ചു തന്നിട്ടുണ്ട്. അതാണ് പുണ്യഫലത്തിന് യോഗ്യമാക്കുന്നത്. അപ്പോൾ ആ മന്ത്രങ്ങളിലുള്ള ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പുണ്യഫലത്തിന് നമ്മൾ യോഗ്യരാകുന്നത്. അതായത് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഈ ജ്ഞാനം നമ്മൾ നേടണം. ഈ ജ്ഞാനം നേടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ചൂടാക്കിയിട്ട് ഡിസ്റ്റിൽ ചെയ്തിട്ട് അതിൻ്റെ നീരാവി എടുത്ത് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധജലം കിട്ടും. മോശമായ വെള്ളത്തെ ചൂടാക്കിയിട്ട് ബാഷ്പീകരിച്ച് ഡിസ്റ്റിൽ വാട്ടർ എന്നെല്ലാം കേട്ടിട്ടില്ല. ഡിസ്റ്റിൽ വാട്ടർ എന്നെല്ലാം പറഞ്ഞ് വില കൂടിയിട്ട് കിട്ടുന്നില്ല ശുദ്ധമായ വെള്ളം. അതെല്ലാം എന്താണ് ചെയ്യുന്നത്? ഈ വെള്ളത്തെ ബാഷ്പീകരിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് പിന്നെ ശേഖരിക്കും. കൃത്രിമമായിട്ട് മഴ പെയ്യുക എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ചൂട് കൊണ്ട് വെള്ളം മുകളിലേക്ക് വരുന്നു. നമുക്ക് വേണമെങ്കിൽ അഴുക്ക് വെള്ളം എടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് നീരാവിയായി മാറും. നീരാവിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായ ഡിസ്റ്റിൽ വാട്ടറെല്ലാം കിട്ടും. അപ്പോൾ അതെല്ലാം, അതിനുള്ള വഴികളെല്ലാം ഗായത്രി മന്ത്രത്തിലൂടെയാണ് വിവരിച്ചു തന്നിരിക്കുന്നത്. അത് പുണ്യഫലം നൽകും. വൃക്ഷാഗ്രത്തിൽ നിന്നും എന്നിലേക്ക് പതിക്കുന്ന വർഷകണം വൃക്ഷഫലത്തിന് തുല്യമാണ്. അപ്പം വൃക്ഷത്തിലൂട്ട് ഒഴുകി വരുന്ന വെള്ളം, അതിന് വൃക്ഷത്തിൻ്റെ അംശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മരത്തിലൂട്ട് ഒലിച്ചു വരുന്ന വെള്ളം, മരത്തിലുള്ള എല്ലാ അഴുക്കുകളും, മരത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അഴുക്കുകളോടുകൂടിയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്.
അത് ആകാശത്തിൽ നിന്നും പതിച്ച വായുവിൻ്റെ ഫലം നൽകുന്നു. എന്നാൽ അതേ മഴ ഒരു മഴ പെയ്തിട്ട് മരത്തിൻ്റെ മേലോട്ട് എല്ലാം ഒലിച്ചു വരുന്ന വെള്ളം ശുദ്ധമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ അത് കാക്കകൾ തൂറിയിട്ടുണ്ട്, എന്തെല്ലാം ഉണ്ടാവും. ആ വൃക്ഷത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ആകാശത്തിലൂടെ വരുന്നതും ശുദ്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തിൽ അന്തരീക്ഷത്തിൻ്റെ വായുവിൻ്റെ ഫലം നൽകും. വായുവിലെ മാലിന്യങ്ങളെല്ലാം ബാഷ്പീകരിച്ചു പോകുന്ന മാലിന്യങ്ങളെല്ലാം ഈ വെള്ളം വായുവിലൂട്ടിയാണ് വരുന്നതെങ്കിൽ വായുവിൻ്റെ ഗുണങ്ങളും ചേർന്നതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ മഴവെള്ളം നമ്മൾ ഉപയോഗിക്കാത്തത്. ആദ്യത്തെ മഴവെള്ളം തലയിൽ പോലും വീഴരുത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ആദ്യം മഴ പെയ്യുന്നതിനെക്കാട്ടി മുമ്പിൽ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അപ്പം ഭൂമിയിലുള്ള പൊടി പടലങ്ങളും മാലിന്യങ്ങളും എല്ലാം അന്തരീക്ഷത്തിൽ കണങ്ങളായിട്ട് ബാക്ടീരിയകൾ അടക്കം അന്തരീക്ഷത്തിൽ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. അന്തരീക്ഷം ശുദ്ധമല്ല. പൊടിപടലങ്ങളും ബാക്ടീരിയകളും വൈറസുകളും എല്ലാം കൂടിയിട്ടുള്ളതായിരിക്കും അന്തരീക്ഷത്തിലുള്ളത്. പക്ഷെ മഴ പെയ്യുമ്പോൾ ആദ്യം വരുന്ന വെള്ളം ഈ മാലിന്യങ്ങളെല്ലാം അലിയിപ്പിച്ചുകൊണ്ടാണ് വരിക. അതുകൊണ്ടാണ് അത് തടയിൽ വീഴരുത്, ആദ്യത്തെ മഴ കൊണ്ടാൽ പനി വരുന്നെല്ലാം പറയാൻ കാരണം അത് ശുദ്ധമല്ല. അതുപോലെ മരത്തിലൂടെ വരുന്നതിന് മരത്തിൻ്റെ സ്വഭാവമുണ്ട്, വായുവിലൂടെ വരുന്നതിന് വായുവിൻ്റെ സ്വഭാവമുണ്ട്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞ് കുറേ മഴ പെയ്ത് കഴിഞ്ഞാൽ അന്തരീക്ഷം ശുദ്ധമാകും, വായുവെല്ലാം ശുദ്ധമാകും. പിന്നെ വരുന്ന വെള്ളം എന്തായിരിക്കും? ശുദ്ധമായിരിക്കും. ഇപ്പം വായുവിൽ ആകാശത്തിൽ നിന്ന് പതിച്ചാൽ വായുവിൻ്റെ ഫലം നൽകും. ശുദ്ധമായ വായുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ശുദ്ധമായ വായു എപ്പോഴാണ് ആകുന്നത്? മഴ പെയ്തിട്ട് ആദ്യത്തെ വെള്ളം വായുവിൻ്റെ ഫലം ഉണ്ടാകുന്നു പറയുന്നുണ്ട്. അപ്പം വായുവിൽ പൊടിപടലങ്ങൾ അതെല്ലാം ഉണ്ടെങ്കിൽ ആദ്യത്തെ മഴയിൽ അതങ്ങ് ഒലിച്ചു പോകും. പിന്നെ വരുന്ന ശുദ്ധമായ വെള്ളം ആ വായുവിലൂടെ വരുന്ന വെള്ളം, വായുവിലൂടെ അല്ലാതെ ചെടികളിലൂടെയല്ല, വായുവിലൂടെ വരുന്ന വെള്ളം ശരീരത്തിൽ പതിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ഇപ്പം ഏറ്റവും ശുദ്ധമായ വെള്ളം ഏത് തന്നെയാണ്? മഴവെള്ളം തന്നെയാണ്. പക്ഷെ അതെപ്പോഴായിരിക്കണം? ആദ്യത്തെ മഴവെള്ളമായിരിക്കരുത്. വായു ശുദ്ധമല്ലായതിൻ്റെ ശേഷം പിന്നെ വരുന്ന മഴവെള്ളം വളരെ ശുദ്ധമാണ്. അത് നമ്മുടെ പാപങ്ങളെല്ലാം അകറ്റുന്നു പറഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും ആരോഗ്യത്തിന് യോജിച്ചത്.